സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠത് ദശാങ്കുലം പുരുഷ ഏവേദകം സർവം എന്നൊക്കെ പുരുഷസൂക്തത്തിൽ ഇതിനെ വർണ്ണിക്കുന്നു. 1000 തലകൾ ഭഗവാനുണ്ട്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ 1000 കണ്ണുകളാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകല കണ്ണുകളും അദ്ദേഹത്തിൻ്റെതാണ്. 1000 എന്ന് വെച്ചാൽ വെറും കൃത്യമായിട്ട് 1000 എന്നില്ല. സഹസ്രനാമം എന്ന് പറയുന്ന പല സഹസ്രനാമങ്ങളിൽ കൂടി അങ്ങനെ 1000 കൃത്യമായിട്ട് കാണാറില്ല, കൂടുതലും കുറവൊക്കെ കാണാറുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ അങ്ങനത്തെ ദോഷവും ഇല്ല. സഹസ്രാക്ഷ സഹസ്രപാദ് 1000 കാലുകൾ അദ്ദേഹത്തിനുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാലുകളും അദ്ദേഹത്തിൻ്റെ തന്നെ. സഭൂമിം വിശ്വതോ വൃത്വ ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹം വ്യാപിച്ചു നിൽക്കുന്നു. അത്യതിഷ്ഠത് ദശാങ്കുലം അതിനെ അതിഗമിച്ചുകൊണ്ടും അതിൻ്റെ അപ്പുറത്തും അദ്ദേഹം നിൽക്കുന്നു. പുരുഷ ഏവേദകം സർവം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം പുരുഷൻ വിഷ്ണു തന്നെ. ഈശ്വരൻ സർവവ്യാപ്തനാണ്. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു. അതും കവിഞ്ഞിട്ടുള്ള പരാകാഷ്ഠയാണ്, പരമാഗതിയാണ് എന്നൊക്കെ ഈ മന്ത്രം സൂചിപ്പിക്കുന്നു. 1000 എന്ന് വെച്ചാൽ അയുതം, അനന്തം, അനേകായിരം എന്നൊക്കെയാണ് അർത്ഥം. അല്ലാണ്ട് വെറും കൃത്യമായിട്ടുള്ള 1000 എന്നുള്ള അർത്ഥമല്ല. ഈ ധരണീതലം മുഴുവൻ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. കാര്യവസ്തുവും കാരണവസ്തുവും ഈശ്വരൻ തന്നെ. നമ്മൾ ഇതിനൊരു ഉദാഹരണ രൂപത്തിൽ 3 ഉദാഹരണങ്ങൾ എടുക്കാം. കുടം, ആഭരണം, വസ്ത്രം. ഒരു കുടം കാര്യവസ്തുവാണ്, അതിൻ്റെ കാരണവസ്തുവാണ് മണ്ണ്. സ്വർണ്ണ ആഭരണങ്ങളുടെ ഒക്കെ അതിനൊക്കെ കാര്യവസ്തുവായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണവസ്തുവാണ് സ്വർണം. സ്വർണം കാരണം, ആഭരണങ്ങൾ കാര്യവസ്തു. അതുപോലെ നൂലാണ് എല്ലാ വസ്ത്രങ്ങൾക്കും കാരണവസ്തു, വസ്ത്രങ്ങളാണ് കാര്യവസ്തു. ഇങ്ങനെ കാര്യവും കാരണവും രണ്ടല്ല എന്നാണ് സിദ്ധാന്തം. അതുകൊണ്ട് ഈ പ്രപഞ്ചം വേറെ, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഈശ്വരൻ വേറെ. ഈശ്വരൻ ഏതോ ഒരു ആകാശത്ത് ഇരുന്നു കൊണ്ട് നല്ലവരെയൊക്കെ സംരക്ഷിക്കുന്നു, ദുഷ്ടന്മാരെയൊക്കെ ശിക്ഷിക്കുന്നു, ദണ്ഡനം ചെയ്യുന്നു. നല്ലവരൊക്കെ മോക്ഷത്തിലേക്ക് പോകുന്നു, ചീത്തയായിട്ടുള്ളവരൊക്കെ പാപികളും നരകത്തിലേക്ക് പതിക്കുന്നു എന്നില്ല. അവരവരുടെ കർമ്മഫലം അനുസരിച്ചിട്ട് ആ കർമ്മഫലത്തെ ഭുജിക്കുവാൻ വേണ്ടി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ഓരോരുത്തരുടെ കർമ്മഫലം അനുസരിച്ചിട്ടുള്ള ഫലങ്ങളെ നൽകുകയും ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയും താൻ തന്നെ ഈ പ്രപഞ്ചമായി തീരുകയും ചെയ്തിട്ടുള്ളതാണ് ഈശ്വരൻ്റെ ഒരു ലീലാവിലാസം, ഈശ്വരൻ്റെ വൈഭവം. അങ്ങനെയാണ് ദേവി ഈ പുരുഷസൂക്തത്തിൽ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് പറഞ്ഞ അതേ വാക്കുകളെയാണ് ലളിതാ സഹസ്രനാമത്തിലും എടുത്തിട്ടുള്ളത്. സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ് എന്ന് പുരുഷസൂക്തത്തിൽ പ്രതിപാദിക്കുന്ന അതേ വിഷയത്തെ ഈ ലളിതാ സഹസ്രനാമത്തിൽ ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന മന്ത്രങ്ങൾ ആ ബ്രഹ്മ കീടജനനി വർണ്ണാശ്രമ വിധായിനി എന്നുള്ളവയാണ്. ഈ പ്രപഞ്ച സൃഷ്ടി എല്ലാം ദേവീമയമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരവരുടെ കർമ്മഫലം അനുസരിച്ച് ഓരോരുത്തർക്ക് ജന്മം കിട്ടുന്നു. ആ ജന്മത്തിലൂടെ അവർ കർമ്മങ്ങളിലൂടെയും ശരിയായ ധർമാചരണത്തിലൂടെയും ചിത്തശുദ്ധി നേടുന്നു. മുക്തിക്കുള്ള ഒരു ഉപായമാണിത് എന്നൊക്കെ ചുരുക്കത്തിൽ കണ്ടു. ആ ബ്രഹ്മകീടജനനി ആ അതേ കാര്യങ്ങളെയാണ് ഇപ്പോൾ വീണ്ടും പറഞ്ഞുകൊണ്ട് പോകുന്നത് ലളിതാ സഹസ്രനാമത്തിൽ. ആ ബ്രഹ്മകീടജനനി, ബ്രഹ്മാവ് മുതൽക്ക് കീടങ്ങൾ വരെ ജനിപ്പിക്കുന്നവൾ. ഇത് മാതൃത്വത്തെ
ഒന്നും കൂടി പറയുന്ന ഒരു നാമമാണ് ജനനി എന്നുള്ളത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ പല നാമങ്ങളും മാത, അംബിക, ഐ, ജഗദ്ധാത്രി, ജഗജ്ജനനി, പ്രസു, വേദാദി ജഗത് പ്രസു, അംബിക എന്നൊക്കെയുള്ള മന്ത്രങ്ങളൊക്കെ അമ്മ എന്നുള്ള വാക്കിൻ്റെ സംസ്കൃത വാചകങ്ങളാണ്. അപ്പോൾ ബ്രഹ്മാവ് മുതൽക്ക് ഏറ്റവും ചെറിയ ജീവജാലം വരെ ദേവിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ആയുർവേദത്തിൽ കകേരുകം അകേരുകം എന്ന് പറയും. അതാണ് ഏറ്റവും ചെറിയ ജീവികൾ. അണുപ്രമാണം പോലും ഇല്ല. ഏറ്റവും ചെറിയ പ്രമാണം ഏതാ വെച്ചാൽ അതാണ് അതിലുള്ളത്. അപ്പോൾ കകേരുകം അകേരുകാദി ഭാസ്കരരായരുടെ വ്യാഖ്യാനത്തിൽ ഈ രണ്ട് പേരുകളും പറയുന്നു. കകേരുകം അകേരുകാദികളായിട്ടുള്ള ചെറിയ ജീവികൾ മുതൽക്ക് ഈ പ്രപഞ്ച നിർമ്മാതാവായ ബ്രഹ്മാവ് പര്യന്തം ദേവിയാണ് സൃഷ്ടിച്ചത്. ആ ബ്രഹ്മ കീട്ട പ്രസവിച്ചവൾ, ജനനി എന്ന് വെച്ചാൽ പ്രസവിച്ചവൾ എന്നർത്ഥം. ആ വാക്കാണ് ആ ബ്രഹ്മ കീട്ട ജനനി എന്നുള്ള ഈ മന്ത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ശ്രീ ലളിതാ സഹസ്രനാമം എന്നുള്ള ഈ ഉത്തമമായ സ്തുതി വശന്യാദി വാഗ്ദേവികൾ എഴുതിയിട്ടുള്ളതാണ്.